MBBS അബ്രോഡ് പഠിക്കുമ്പോൾ നമ്മളെല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്, നിങ്ങൾ വെറും മാർക്കറ്റിങ്ങോ വീഡിയോസോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സീനിയർ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എക്സ്പീരിയൻസുകൾ മാത്രം കേട്ടിട്ട് നിങ്ങൾ കയറാൻ നിൽക്കരുത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്ന. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു രാജ്യത്ത് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആ അഡ്മിഷൻ നമുക്ക് തരുന്ന കൺസൾട്ടൻസിയുടെ ക്രെഡിബിലിറ്റി, നിങ്ങളെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഒക്കെ നമ്മൾ നോക്കണം. അവരുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മളൊരു രാജ്യത്ത് MBBS, അത് ഏത് രാജ്യത്തേക്കാണെങ്കിലും MBBS അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതായത്, നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാദമിയിലേക്ക് ഇനി വരുന്ന 2025 സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയോടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം.